പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നലെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. അത് കേട്ട് മനസ്സിലാക്കണം. എല്ലാവരും അതേപ്പറ്റി ചിന്തിക്കണം. ഒന്നും അല്ലാതെ വെറുതെ സന്തോഷം, സൗഹൃദം അങ്ങനെ പങ്കിടുകയല്ല എൻ്റെ ഉദ്ദേശം. ഇത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ്. ബൈബിൾ വിജ്ഞാനം അത് സാധ്യമാക്കണം. അതുകൊണ്ടത് ഞാനങ്ങനെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല. എല്ലാം അറിഞ്ഞിരിക്കട്ടെ. എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. എല്ലാവരും അറിയാൻ ശ്രമിക്കുക. മറ്റുള്ളവരെയും അതുപോലെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. ആരും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആയിട്ട് ആയിക്കോളൂ. മനസ്സിൻ്റെ നിലപാടനുസരിച്ച് ആയിക്കോളൂ. അല്ലാതെ മതം മാറ്റത്തിനോ ഇനിയും മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഒരു വിജ്ഞാനം കിട്ടുക എല്ലാ ഓരോ വിഷയങ്ങളെപ്പറ്റി. കാരണം ഇന്ന് കൂടുതൽ നമ്മുടെ ആദ്യകാലത്ത് ആദിമ നൂറ്റാണ്ടുകളിൽ 2000 വർഷത്തിനുമൊക്കെ മുൻപ് ക്രിസ്തു മതത്തെപ്പറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളെയൊക്കെ നാടുകളിലൊക്കെ ഓരോരുത്തർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് എല്ലാവരും സത്യം അറിയട്ടെന്ന് വിചാരിച്ചാണ്. സത്യം എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് തുടങ്ങാൻ സമയം കൂടുതൽ പറഞ്ഞ സമയം കളയണ്ട. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു വിശുദ്ധ ഈ ഗ്രന്ഥം എഴുതിയ വിശുദ്ധ ലൂക്കായുടെ ലൂക്കായെ പറ്റിയൊരു വിവരണമാണ്. അദ്ദേഹത്തിൻ്റെ ആ രചനയുടെ ഒരു പ്രത്യേകതകൾ നമ്മൾ അവലോകനം ചെയ്യുകയായിരുന്നു. ലൂക്കായെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഇന്നലെ പറഞ്ഞു വിശുദ്ധ ലൂക്കായുടെ ബൈബിളിൽ പറയുന്നത് പത്രോസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇന്നും ചെയ്തു വരുന്ന അതെ, അന്നും പത്രോസിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ഇന്നും അത് തന്നെയാണ്. ആ പിന്തുടർച്ചാവകാശി ആണ് ചെയ്യുന്നത്. ആ സഭയുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതാണ്. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇപ്പം പരിശുദ്ധാത്മാവ് തന്നെ ആണ് എല്ലാ പ്രവർത്തനങ്ങളും. യേശുവിൻ്റെയും കാര്യങ്ങളെല്ലാം ഇടപെട്ടു അത് നയിച്ചു കൊണ്ടിരുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നീട് ഇങ്ങോട്ടും സഭകളിൽ രണ്ടാം വാല്യത്തിലും പറയുന്നത് അതാണ്. സുവിശേഷ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ നടപടിക്രമങ്ങളിൽ പറയുന്നതും അതാണ്. പരിശുദ്ധാത്മാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നയിക്കുന്ന കാര്യങ്ങളെല്ലാം നയിച്ച് ഇന്ന മാർഗമൊക്കെ ചൂണ്ടിക്കാട്ടി പൂർത്തിയാക്കുന്നത്, പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് തറപ്പിച്ച് പറയുന്നത്. അപ്പം മറ്റ് സുവിശേഷങ്ങളെക്കാളും പരിശുദ്ധാത്മാവിന് ഒരു പ്രഥമ സ്ഥാനം കൊടുക്കണം, മുഖ്യ സ്ഥാനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്രന്ഥകാരൻ. അപ്പോൾ എല്ലാം നേതൃത്വത്തിൽ അങ്ങനെ സമർപ്പിക്കുന്ന യേശു അതുതന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ തുടർച്ചയാണ് ഇങ്ങോട്ട് പത്രോസിൻ്റെ നേതൃത്വത്തിൽ സഭ. അതിന് ശേഷം സഭ ആവിർഭാവമായത് പെന്തക്കോസ്ത് ദിവസങ്ങളാണ്. അന്ന് മുതൽ ഇങ്ങോട്ട് പ്രവർത്തിച്ചു വരുന്നതെന്ന് വിശുദ്ധ ലൂക്ക സമർത്ഥിക്കുന്നു. ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കണം, ഏതാണ്ട് AD 30 ആയിരിക്കണം ലൂക്ക ഒരു പക്ഷേ ക്രിസ്തുമതത്തെപ്പറ്റി ബോധമുണ്ടായി അത് സ്വീകരിച്ചത്. പിന്നെ എഴുതിയത് 80-നും 90-നും ഇടയ്ക്കാണ്. അപ്പോൾ ഇത്രയും കാലയളവിൽ വെച്ച് സഭ ഒരുപാട് വളർന്നു. എല്ലാ ജനപദങ്ങളിലേക്കും ലോകത്തിൻ്റെ അന്ന് അറിയപ്പെടുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്നല്ലോ. അന്നത്തെ റോമൻ സാമ്രാജ്യം അങ്ങനെ അന്ന് അറിയപ്പെടുന്ന ലോകത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നല്ലോ. ഏറ്റവും മുഖ്യ രാജ്യങ്ങളെല്ലാം പ്രദേശങ്ങളെല്ലാം റോമൻ സാമ്രാജ്യത്തിലായിരുന്നു. അല്ല, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാനിരിക്കുന്നവർ അതും കൂടെയൊക്കെ നോക്കണം. അന്നത്തെ യേശുവിൻ്റെ ജനനകാലത്തുള്ള രാഷ്ട്രീയ സ്ഥിതി, സാമൂഹ്യ സ്ഥിതി,
ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥിതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഈ ഇവിടെ ക്രിസ്തു പഠിപ്പിച്ചത് ചെയ്തത് അതെല്ലാം അതുപോലെ തുടർന്ന് ഇങ്ങോട്ട് വരികയാണ്. അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂവേഷനാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരാൾ മുറിച്ച് പെട്ടെന്ന് വേറൊരാളുടെ ഒരു രീതിയിൽ ചെയ്യുകയല്ല. അതിൻ്റെ തുടർച്ച തന്നെ ഇങ്ങോട്ട് ചെയ്യുന്നു. യേശു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ, അറിയിച്ചിരുന്നത് പോലെ തന്നെ. അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ അപ്പോൾ അല്ലാതെ പറയുന്നത് ഒന്നും, അല്ലാതെ കാണുന്നതൊന്നും ബൈബിളിന് ചേരുന്നതല്ല. പിന്നെ ബൈബിളിലുള്ളതാണെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, അതല്ല. അപ്പോൾ നമ്മൾ കണ്ടു അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ചുരുക്കത്തിൽ നമ്മൾ പറയുന്നത്, അപ്പം നമ്മൾ പറഞ്ഞ നടപടിക്രമങ്ങൾ 9, 10 അധ്യായങ്ങൾ മുഴുവനും ലൂക്ക യേശുവിനെയും സഭയെയും പ്രതിപാദിക്കുന്ന, എങ്ങനെയാണ് സഭ വളർന്നത്, യേശു എങ്ങനെയാണ് അതിനെ നയിച്ചത്, യേശുവിൻ്റെ ആത്മാവ് എന്ന് തന്നെ, അതല്ല യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയും യേശു സംഭവങ്ങളെല്ലാം സഭയുടെ അന്നത്തെ ആ വളർച്ചയും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പരസ്പര പൂരകങ്ങളായിട്ട് ലോകചരിത്രവുമായിട്ട് ബന്ധിപ്പിച്ചാണ്. ചരിത്രപരമായിട്ട് ലോകചരിത്രത്തിൻ്റെയും അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെയും എല്ലാ ജനപദങ്ങളുടെയും ലോകചരിത്രവും പരമായിട്ടുള്ള ഒരു ബന്ധിപ്പിച്ച ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ലൂക്ക അവതരിപ്പിക്കുന്നത്. അതായത് യാവേ എന്ന സത്യദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പഴയ നിയമ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ യേശുവിലൂടെയും യേശു സംഭവങ്ങളിലൂടെയും നിറവേറി കഴിഞ്ഞു എന്ന്, അതായത് തൻ്റെ സ്വർഗാരോഹണത്തോടുകൂടി വിശുദ്ധ പെന്തക്കോസ്ത ആഗതമായതോടുകൂടി, പരിശുദ്ധാത്മാ വർഷം ആഗതമായതോടുകൂടി, പരിശുദ്ധാത്മാവിനെ വർഷിച്ചത് അതോടുകൂടി സഭയുടെ പ്രവർത്തനം തുടങ്ങി. അത് യേശു പറഞ്ഞിരുന്നത് പോലെ തന്നെ, മുൻകൂട്ടി പറഞ്ഞിരുന്നത് പോലെ തന്നെ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്, യേശു സംഭവങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ടാണെന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. അത് 22-ാം അധ്യായത്തിൽ, സുവിശേഷം 22-ാം അധ്യായം 22 വാക്യങ്ങൾ, 4-ാം അധ്യായം 21 വാക്യം, 18-ാം അധ്യായം 31, 22-ാം അധ്യായം 37, 24-ാം അധ്യായം 26, 27, പിന്നെ 24-ൽ തന്നെ 44-ാം വാക്യം. അപ്പോൾ ഇതിലെല്ലാം കൂടെ ഇത് കാണുന്നത് ലൂക്കായുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. യേശുവിലൂടെ തന്നെ അതെല്ലാം പറഞ്ഞിരുന്ന പഴയ നിയമ ആദ്യകാലത്തെ പ്രവർത്തന ഉൽപ്പത്തി മുതൽ ബൈബിളിൽ ഇങ്ങോട്ട് പറഞ്ഞിരുന്ന പ്രവചനങ്ങളെല്ലാം അവിടെ പൂർത്തിയായി എന്ന് അവിടെ സ്ഥാപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, പിന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 4-ാം അധ്യായം 12 വാക്യം, വന്ന് ആ സഭയിലും ഈ യേശു പറഞ്ഞിരുന്നത് പോലെ തന്നെ രക്ഷ എല്ലാ ജനപദങ്ങളിലേക്കും എത്തിച്ചേർന്നു. യേശു മാത്രമല്ല, പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ അത് പ്രവചിച്ചിരുന്നു. പിതാവായ ദൈവവും അത് യാവയും അത് പറഞ്ഞിരുന്നുവെന്ന് പഴയ നിയമ തോറായിലൊക്കെ ആദ്യത്തെ ആ പുസ്തകങ്ങളിലൊക്കെ കാണാം. അപ്പോൾ അന്ന് ആ രക്ഷാകര പദ്ധതി പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ രക്ഷാകര പദ്ധതിയെല്ലാം ഇവിടെ ഇങ്ങനെ പൂർത്തിയായി അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ 4-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ രക്ഷ എല്ലാ ജനപദങ്ങളിലേക്കും ചേർന്നു എന്ന് മാത്രമല്ല, എത്തിച്ചേർന്നല്ല, അത് അവരെല്ലാം സ്വീകരിച്ചു. എന്നിട്ട് അവരെല്ലാം ഒരു സഭയുടെ പ്രധാന ഭാഗമായി. അപ്പോൾ യഹൂദർ മാത്രമല്ല, യഹൂദരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് സഭയിൽ ചേർന്നവർ മാത്രമല്ല, പിന്നെ മറ്റ് ജനതകളിലും അത് സ്വീകാര്യമായി അവരും സഭയുടെ പ്രധാന ഭാഗങ്ങളായിട്ട് മാറി. അപ്പം ലോകത്തിൻ്റെ എല്ലാ ജനപദങ്ങളിലും എല്ലാം അങ്ങനെ അതിൽ ഭാഗമായി സഭയുടെ. അങ്ങനെ ലൂക്ക പറയുന്നത് യേശുവിൻ്റെയും
സഭയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ആ കാലഘട്ടത്തിലെ പലസ്തീന രാജ്യങ്ങളിൽ ചരിത്രവുമായിട്ട്, ലോക ചരിത്രവുമായിട്ട്, പലസ്തീന രാജ്യങ്ങളിലെ ചരിത്രമായി തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അല്ല ഒരു സഭയുടെ ചരിത്രം മാത്രമല്ല. അപ്പോൾ ആ പ്രദേശങ്ങളുടെ എല്ലാം രാജ്യങ്ങളുടെ എല്ലാം ചരിത്രമായിട്ട് തന്നെയാണ് കാണുന്നത്. ലോക ചരിത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റി നിർത്താനാവാത്ത വിധം ഒന്നായിട്ട് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സുവിശേഷം 1-ാം അധ്യായം 5 പറയുന്നുണ്ട് സർവ്വജനങ്ങൾക്കും വേണ്ടിയാണ്. അപ്പം 3-ാം അധ്യായം 1 3-ാം അധ്യായം 1 മുതൽ 2, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 4 അധ്യായം 6 ഇതിലെല്ലാം പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ തനതായ ആ അന്നത്തെ കാലത്തെ തത്സമയ ചരിത്രമായിട്ടാണ് കാണിക്കുന്നത്. 2-ാം അധ്യായം 12, 1, 2, 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11, 28, പിന്നെ 18-ാം അധ്യായം 2, 12 ഈ വാക്യങ്ങളിലൊക്കെ വിശുദ്ധ പൗലോസിലൂടെ ഗ്രന്ഥകാരൻ പറയുന്നു. പൗലോസ് അവിടെ വാദിക്കുകയാണ്, ഫെസ്തൂസിൻ്റെയും ഒക്കെ മുന്നിൽ വാദിക്കുകയാണ്. അതായത് റോമൻ അധികാരിയുടെ മുൻപിൽ വാദിക്കുകയാണ്. ഇവയൊന്നും ഈ പറഞ്ഞത് പൗലോസ് പറയുന്നത് ഇവയൊന്നും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നടന്ന രഹസ്യമല്ല. അപ്പോൾ സഭയുടെ പ്രവർത്തനങ്ങളിൽ തീവ്രമായിട്ട് ഭാഗഭാക്കാകുകയാണ്. അതുവരെ യഹൂദ മതത്തിൻ്റെ ഒരു തീവ്രവാദി നേതാവായിരുന്ന പൗലോസ്, സാവൂൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പൗലോസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മാർഗം സ്വീകരിച്ചത്, ഈ മതം സ്വീകരിച്ചത്, അത് നമ്മുടെ നിയമങ്ങളിലും പ്രവചനങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു. നമ്മളെല്ലാവരും നമ്മളുടെ ആ ജനസമൂഹം മുഴുവൻ ലോകത്തിന് എല്ലാ ഭാഗങ്ങളിലുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അത് തന്നെയാണ്, ഇത് ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വാദിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ ഒരു മൂലയ്ക്കോ മുക്കിലോ ഒന്നും നടന്നത് രഹസ്യ സംഭവമല്ല, രഹസ്യങ്ങളല്ല, പരസ്യമായതാണ്, എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞു, എല്ലായിടത്തും ആയതാണ് എന്ന് പൗലോസ് പറയുന്നതായിട്ടാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ ഗ്രന്ഥകാരൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കൂടി നമുക്കതിനകത്ത് വേണം വായിക്കാം. ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ ആ ഗ്രന്ഥകാരൻ്റെ സ്വഭാവവിശേഷങ്ങളും മനസ്സിൻ്റെ ആ വ്യാപാരങ്ങൾ, ബുദ്ധിയുടെ ആ തലങ്ങളെല്ലാം അതിനകത്ത് വരുമല്ലോ. അതുപോലെ തന്നെയാണ് അത് പരിശുദ്ധാത്മാവ് വഴി, ദൈവാത്മാവ് വഴിയാണ് എഴുതപ്പെടുന്നത്. ആ പ്രേരണയിലാണെങ്കിലും, ഇൻസ്പിരേഷൻ ആ ദൈവാത്മാവിൻ്റെ ആണെങ്കിലും മനുഷ്യനാണ് എഴുതുന്നത്, ഉപകരണം മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ജീവനുള്ള മനുഷ്യനാണ് ഉപകരണം. അപ്പോൾ ആ മനുഷ്യൻ്റെ എഴുതുന്ന ആളിൻ്റെ കുറച്ച് വ്യക്തിത്വങ്ങളൊക്കെ അതിനകത്ത് വരും, ഗുണങ്ങളൊക്കെ വരും, ദോഷങ്ങളായാലും അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ പ്രവർത്തനങ്ങളും സഭയുടെ ഓരോ പ്രവർത്തന സംഭവങ്ങൾ, വളർച്ച ഘട്ടങ്ങൾ, ഇവയെല്ലാം ഒന്നിപ്പിച്ച് ലോക ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണ് ഇവിടെ ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. അങ്ങനെ രചനാപാഠം അദ്ദേഹത്തിൻ്റെ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു സവിശേഷതയാണ് അവിടെ പ്രകടമാക്കുന്നതാണ് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അപ്പം അദ്ദേഹം പറയുന്നത് ക്രിസ്തീയത എന്നത്, അല്ലെങ്കിൽ ക്രിസ്തുമതം എന്നത് ബഹുസ്വരത മതങ്ങളുടെയും വർഗങ്ങളുടെയും ഒരു ബഹുസ്വരത പൂർണ്ണമായും സ്വീകാര്യമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. കാരണം അന്ന് അറിയപ്പെടുന്ന ലോകങ്ങളിലെ എല്ലാ മനുഷ്യരുടെയും അവരുടെ സംസ്കാരവും എല്ലാം അവിടെ സ്വീകാര്യമായിരുന്നു. അതൊക്കെ അനുവർത്തിക്കാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, യഹൂദ മതത്തിനും ഉണ്ടായിരുന്നു, ജനതകളുടെയും ഭരണാധികാരികളുടെയും എല്ലാം. അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായും സ്വീകാര്യമായ റോമൻ സാമ്രാജ്യത്തിലെ ജനതകളുടെയും ഭരണാധികാരികളുടെയും ഒത്തുചേരലിനും കൂട്ടായ്മകൾ ആചരിക്കുക തുടങ്ങിയ ആത്മീയ ആചാരങ്ങൾ ആചരിക്കുന്നതിനും പറ്റിയ, അല്ലെങ്കിൽ ലോകത്തിന് ഇണങ്ങിയ
ഒത്തിണങ്ങിയ ഒരു മതം തന്നെയാണ് ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്തു മതം എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ് ഇതിനകത്തൂടെല്ലാം. പൗലോസിനെ കൂടെ പറയുന്നത് എല്ലാം നടന്നത് ഇത് പുതിയൊരു കാര്യമല്ല, ഒരു രഹസ്യമായിട്ട് ആരും ആചരിക്കുകയല്ല എന്ന് അവിടെ എടുത്ത് പറയുന്നു, അദ്ദേഹം സമർത്ഥിക്കുന്നു അത്. അപ്പം അതുപോലെ തന്നെ മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത പറയാനുള്ളത്, അദ്ദേഹം ഇതെല്ലാം പ്രകടമാക്കുന്നത് ഈ മതത്തിന് കുറ്റങ്ങളും കാരണങ്ങളും ഒന്നും റോമൻ ഭരണാധികാരികൾക്ക് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം ഒന്നുമില്ല, ഇല്ലാത്തത് അല്ലെങ്കിൽ പിന്നെ കെട്ടിച്ചമച്ച് പറയണം. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത്, പീലാത്തോസ് യേശുവിൻ്റെ കുറ്റവിചാരണ വേളയിൽ പറഞ്ഞല്ലോ, യേശുവിൻ്റെ നിർദോഷത്വം പ്രസ്താവിച്ചിരുന്നല്ലോ. അതായത് ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ഇത് നിങ്ങളുടെ മതപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, അത് നിങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് പറയണം, അല്ലാതെ ഒരു കുറ്റങ്ങളൊന്നും അത് എന്നും കാണുന്നില്ലെന്ന്. ഇത് തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പൗലോസിനെ പറ്റി പറയുന്നു. അപ്പോൾ ഈ 23, 29, 25, 25 അധ്യായം 25 വാക്യം, 26 അധ്യായം 31, 32 ഇതിലെല്ലാം പൗലോസിൻ്റെ വിചാരണയിലും റോമൻ അധികാരി അപ്പോഴും വിചാരണ ചെയ്തിട്ട് പറയുകയാണ് യേശുവിനെ ആ പറഞ്ഞതുപോലെ തന്നെ അതിലൊരു കുറ്റമായിട്ടൊന്നും കാണുന്നില്ല, ശിക്ഷിക്കാനോ വിലക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം അവർ റോമൻ സാമ്രാജ്യത്തിൽ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ സംസ്കാരത്തിനും മതത്തിനും എല്ലാം ഉണ്ട്. ഒരു ബഹുസ്വരത നിലനിന്ന് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തോടെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. അപ്പോൾ അവിടെ പറയുന്നത് അദ്ദേഹം ഫെസ്തുസ് പറയുന്നത് വിസ്തരിക്കുമ്പോൾ ഫെസ്തുസ് ബോധ്യമാകുന്നത് ഇത് ഒരു മതപരമായ തർക്കമാണ്, അല്ലാതെ ഒരു കാര്യങ്ങളുമില്ല, മനുഷ്യർ തമ്മിലല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. മതത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആണ് ഇത്. അപ്പോൾ അതിനെ കുറ്റമുണ്ടോ? അതാണ് ഇവിടെ ലൂക്ക പറയുന്നത്. മേൽ പറഞ്ഞത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ അത് 23, 29 പൗലോസിനെ കൊണ്ട് 25, 25, 26, 31, 32 പറഞ്ഞിരുന്നത് 3 തവണ. ഇതിൽ ഇതിൽ ഒരു കുറ്റവും ഇല്ലെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കുറ്റവും കാണാനില്ല. യേശുവിനെ പറ്റി അന്ന് അങ്ങനെയാണ് പറഞ്ഞത്, കുരിശിക്കുന്നതിന് മുൻപ് വിചാരണ ചെയ്തപ്പോൾ ഒരു കുറ്റവും ഇല്ല. പിന്നെ അവരുടെ സന്തോഷത്തിന് അവർക്ക് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റും. കാരണം ഒരു പ്രോവിൻസിൻ്റെ ഒരു ഭാഗമാണത്, അത് യഹൂദ്യ അല്ലെങ്കിൽ അവിടുത്തെ പലസ്തീനയിലെ യഹൂദ ജനങ്ങൾ. അപ്പം അവരെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അതങ്ങ് വഴങ്ങി അവരുടെ നിർബന്ധത്തിന്. അല്ലെങ്കിൽ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു റോമൻ സാമ്രാജ്യത്തിനെതിരായിട്ട്. അതുകൊണ്ടാണ് ചെയ്തത് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടാണ് ചെയ്തത്. അതുപോലെയാണ് ഇവിടെ പൗലോസിനെ പറ്റിയും പറയുന്നത്. അപ്പം ഗ്രന്ഥകാരന് ഇതൊക്കെ വളരെ നല്ല ഒരു രീതിയിൽ അപ്പം കുറ്റമറ്റ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു മതമാണ്, ഒരു ആചാരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പം അദ്ദേഹം സമർത്ഥിക്കുകയാണ് ജൂതമതത്തിന് റോമൻ സാമ്രാജ്യത്തിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും പറഞ്ഞത്. അപ്പം തത്വശാസ്ത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടൊക്കെ അന്നത്തെ കാലത്തും ചിന്തിക്കുമ്പോൾ യഹൂദമതത്തിലെ പ്രവചനങ്ങളുടെ എല്ലാ പൂർത്തീകരണവും യേശുവിൽ പൂർത്തിയായി. ആ യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് ക്രിസ്തുമതം. അപ്പോൾ അവർക്ക് യഹൂദമതത്തിൻ്റെ ആ തർക്കത്തിൻ്റെ കാര്യം ലൂക്ക ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന ഇതാണ്. അപ്പോൾ ആ യഹൂദമതത്തിൻ്റെ ആരംഭം മുതൽ ആരംഭകാലത്ത് അവരുടെ പൂർവികരുടെ കാലത്തും അതിനു മുൻപേയുമുള്ള എല്ലാ പ്രതീക്ഷകളും അവരുടെ ദൈവമായ യാഹവേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും എല്ലാം തന്നെ യേശുവിൽ പൂർത്തിയായി. ആ യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് ഈ ക്രിസ്തുമതം. അതിൻ്റെ തുടർച്ചയാണ്, അല്ല പുതുതായിട്ടൊരു മതം ആവിർഭവിച്ചിട്ടില്ല. അപ്പോൾ യഹൂദർ വാദിച്ചിരുന്നത് ഇവിടെ യേശുവിൻ്റെ വിചാരണവേളയിലും പറഞ്ഞ പുതിയ ഒരു മാർഗം സമ്പ്രദായം ഇവർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ ലൂക്ക പറയുന്നത് അതല്ല, നിങ്ങൾക്കുണ്ടായിരുന്നതിൻ്റെ പൂർത്തീകരണമാണ്. യേശുവും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഴയതൊന്നും മാറ്റാൻ വന്നതല്ല, അത് പൂർത്തിയാക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ നിയമങ്ങളും പ്രവചനങ്ങളെല്ലാം ഞാൻ അത് നിയമങ്ങളൊക്കെ
പൂർത്തിയാക്കുകയാണ്. പ്രവചനങ്ങളൊന്നും മാറ്റിയിട്ടില്ല, ഒന്നും മാറ്റാൻ പറ്റുകയില്ല. കാരണം പ്രവചനങ്ങളെല്ലാം ഇതാണ് പറയുന്നത്. ഈ രക്ഷകൻ യേശുവിനെ പറ്റിയാണ് ഈ പ്രവചനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പൂർത്തിയായി. ആ യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ ക്രിസ്തുമതം. അങ്ങനെ യഹൂദമതത്തിൻ്റെ ദൈവശാസ്ത്രപരമായ പൂർണ്ണതയും തുടർച്ചയുമാണ് ക്രിസ്തുമതം എന്നങ്ങനെ അദ്ദേഹം സമർത്ഥിക്കുകയാണ് അവിടെയൊക്കെ. അപ്പം അതിനൊരു വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് ഭാവങ്ങളാണ് അതൊക്കെ. ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പറയുന്നതിൻ്റെ ആ സാരാംശം ഇതാണ്: യഹൂദമതം പോലെയോ അതിൽ കൂടുതലായിട്ടോ പരിഷ്കൃത സമൂഹമായ റോമൻ സാമ്രാജ്യത്തിൽ, പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാ ബഹുസ്വര ഉള്ള ഒരു ബഹുസ്വര ലയങ്ങൾ ഉള്ള ഒരു സാമ്രാജ്യമാണല്ലോ, എല്ലാ മതത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ. അപ്പം അതിനൊക്കെ ഒത്തിണങ്ങിയ ഒരു സമൂഹമായിട്ട് ആ യഹൂദ മതത്തിൻ്റെ ഒപ്പമോ അതിനേക്കാൾ ഉപരിയായോ റോമൻ സാമ്രാജ്യത്തിൽ സർവ്വ സ്വീകാര്യതയും അംഗീകാരവും ലഭിക്കേണ്ടുന്നത് ക്രിസ്തു മതത്തിനാണെന്ന് അദ്ദേഹം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 16-41, 23-ാം അധ്യായം 6-9 എഴുതേണ്ടുന്നവർക്ക് എഴുതിയെടുത്ത് പഠിക്കണം. അതൊക്കെ നോക്കുമ്പോൾ, കാരണം ഇതൊക്കെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴോ വാദിക്കുമ്പോഴൊക്കെ പറയാൻ പറ്റും. 24-ാം അധ്യായം 10 മുതൽ 21, 26-ാം അധ്യായം 2 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സമർത്ഥമായിട്ട് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉള്ള കാര്യങ്ങൾ അതുപോലെ നല്ലപോലെ യുക്തിയുക്തമായി അദ്ദേഹം സമർത്ഥിക്കുന്നു. മറ്റുള്ള ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും, ഇത് ഇപ്പം 2-ാമത്തെ വാല്യത്തിൽ മറ്റുള്ളവർ പറയുന്നുണ്ട്, പൗലോസും ഒക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സരളമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുകയാണ്. നമ്മൾ ആ വരികളുടെ ഇടയ്ക്കൊക്കെ നമ്മളിത് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കണം, മനസ്സിലാക്കണം. അതിനൊരു ആഗ്രഹം, ത്വര നമുക്ക് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ 2-ാം വരവ് ഉടനെ എന്ന ആദിമസഭയിലെ പ്രതീക്ഷകൾക്ക് അദ്ദേഹം വിരാമമിടുകയാണ് ചെയ്യുന്നത്. ഉടനെ അങ്ങോട്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു, ഞാൻ പോയ പോലെ തിരിച്ചു വരും. ദൂതന്മാർ അവിടെ നോക്കി നിന്നപ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ പറയുന്നുണ്ടല്ലോ ഉടനെ തിരിച്ചു വരും. അപ്പോൾ അവരൊക്കെ ആദിമസഭയിൽ ആ സമയത്ത് ആ ദശകങ്ങളിലൊക്കെ അവർ വിചാരിച്ചിരുന്നത് 2-ാം വരവ് ഇമ്മിനൻറ്റ് പരൂഷ്യ, അത് ഉടനെയാണ്. പരൂഷ്യ എന്ന് പറഞ്ഞാൽ 2-ാം വരവ്, അത് ഇമ്മിനൻറ്റ് ആണ്, ഉടനെ തന്നെ വന്നു ചേരും. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ ആ കാലത്ത് അവർ ഈ സർവ്വതും വിറ്റ് തങ്ങൾക്കുള്ള സർവ്വ സ്വത്തുക്കളെല്ലാം വിറ്റ് പൊതുവായിട്ട് കൊണ്ടുവന്ന് പൊതുവായിട്ട് വീതിച്ച് പൊതുവായിട്ട് എല്ലാവർക്കുമായിട്ട് അവിടെ ഇല്ലാത്തവർക്കും ഉള്ളവർക്കും എല്ലാം ഒരുപോലെയാക്കി കൊടുക്കുകയായിരുന്നു. ഇല്ലാത്തവർക്ക് കൊടുക്കുക, എല്ലാവരും സമന്മാരാക്കുക എന്നുള്ള ചെയ്ത്. കാരണം ഇനി അധികം നാൾ ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഈ ലോക ജീവിതം തീരാൻ പോവുകയാണ്. യേശുവിൻ്റെ 2-ാം വരവ് ഇമിനൻറ്റ് പരീക്ഷ ഉടനെ തന്നെ ഉണ്ട്. അതിനുവേണ്ടിയാണല്ലോ ലോകം ഇപ്പോഴും എല്ലാ ജനതകളെല്ലാം ഉറ്റുനോക്കുന്നത്. ലോക അവസാനം, പിന്നെ 2-ാമത്തെ നമ്മുടെ ജനനം എവിടെ? അത് ആത്മീയ ജനനം സ്വർഗത്തിലാണ്, ദൈവത്തോടൊത്താണ്, ഈശ്വരനോടൊത്ത കഴിയുകയാണ്. പിന്നത്തെ രാജ്യം അതാണ്, അതിന് അനന്തമാണ്. അതിന് സമയദൈർഘ്യമൊന്നും ആർക്കും പറയാൻ പറ്റില്ല, കാരണം അനന്തമാണ്. അതിന് അതൊന്നുമില്ല, അവസാനമില്ലാത്ത ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനികളെ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. അദ്ദേഹം ദിനം തോറും ഉള്ള സ്വന്തം ആത്മീയ ഒരുക്കങ്ങളിൽ ജാഗരൂകരായിരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. ജാഗരൂകരായിരിക്കണം ദിവസവും. അതെങ്ങനെയാണ്? ദിവസമുള്ള അവർ ആ പ്രവർത്തനങ്ങളിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകണം. അതാണ് അദ്ദേഹം പറയുന്നത്. ഈച്ച് ഡേ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഓരോ ദിവസവും എല്ലാ ദിവസവും, അല്ല ഒരു ദിവസം എന്നല്ല, ഓരോ ദിവസവും എന്ത് ചെയ്യണം? 9-ാം അധ്യായം 23, മർക്കോസിൻ്റെ സുവിശേഷം 8 അധ്യായം 34, ലൂക്കായുടെ സുവിശേഷം തന്നെ 11-ാം അധ്യായം 3-ാം വാക്യം, 16-ാം അധ്യായം 19-ാം വാക്യം, 19-ാം അധ്യായം 47-ാം വാക്യം പറയുന്നുണ്ട്. എല്ലാ ദിവസവും എന്ന പ്രയോഗം കൊണ്ട്, ഈച്ച് ഡേ എന്ന പ്രയോഗം കൊണ്ട്
സുവിശേഷത്തിൽ അദ്ദേഹം ഇതെടുത്ത് കാണിക്കുകയാണ്. ആ ഇമ്മിനൻ്റ് പരീക്ഷ അത് എപ്പോഴാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ജാഗരൂകരായിട്ടിരിക്കണം. നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കടമകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആത്മീയ ഉത്കർഷയോടെ തന്നെ നമ്മൾ ജീവിക്കണം. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള നന്മയായിട്ടുള്ളതെല്ലാം ചെയ്യണം, മറ്റുള്ളവർക്കും എല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പരീക്ഷ വരുന്നത്. എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ലോകം വിധിക്കാനായിട്ട് വരുന്നത്. അതാണ് അദ്ദേഹം എന്ത് ഭംഗിയായിട്ടാണ് ഈ വരികളിലൊക്കെ അദ്ദേഹം നമ്മളത് പഠിക്കുമ്പോൾ അതിനെ വിശദമായിട്ട് പഠിക്കാം കാണിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ പ്രവചനങ്ങളും പ്രവൃത്തികളുമെല്ലാം പ്രത്യേക പ്രാധാന്യത്തോടെ എടുത്തു കാട്ടി ക്രിസ്തു വിശ്വാസികൾക്ക് യേശു തന്നെയാണ് ഉദാത്ത മാതൃക എന്നും കൂടെ അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അപ്പം ക്രിസ്ത്യാനികൾക്ക് തൻ്റെ ശിഷ്യരായിട്ട് വരുന്ന ക്രിസ്ത്യാനികൾക്ക് തന്നെ അതിനൊരു മാർഗനിർദ്ദേശം ആരാ, റോൾ മോഡൽ ആരാ? യേശു ക്രിസ്തു തന്നെയാണ്. അത് ലൂക്ക എടുത്ത് കാണിക്കുന്നു, അല്ലെ മറ്റൊന്നുമില്ല. കാരണം യേശു ദിവസവും എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളെല്ലാം യഹൂദർ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം യഹൂദരും മറ്റ് ശക്തികളുമൊക്കെ ഉണ്ടാക്കി. എങ്കിലും അദ്ദേഹം മുടക്കിയോ? യേശു മുടക്കിയില്ല. എല്ലാം അതുപോലെ ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പലപ്പോഴും ഉപമകളിലൂടെ പറഞ്ഞിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ ജാഗരൂകരായിട്ട് എപ്പോഴും ഇരിക്കണം. എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുകയില്ല, ആർക്കും അറിഞ്ഞുകൂടാ. പിതാവ് അപ്പോഴാണ് വരുന്നത്. പിതാവിനല്ലാതെ പുത്രന് പോലും അറിയാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴങ്ങനെ ഉദാത്ത മാതൃക നമുക്ക് ഒരു ക്രിസ്ത്യാനിക്ക് കൊടുത്തിരിക്കുന്ന യേശുവിനെ തന്നെയാണ്. ജനപദങ്ങൾക്ക്, ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ജനപദങ്ങൾക്കെല്ലാം തന്നെ യേശുവിനെ തന്നെയാണ്. കാരണം യേശുവിനുള്ള പ്രത്യേകത എന്താ? സ്നേഹമല്ലാതെ ഒന്നുമില്ല. ഭയം എന്നുള്ളത് അതുകൊണ്ടില്ല. സ്നേഹമുള്ളവർക്ക് പിന്നെ ഭയമില്ലെന്ന് യോഹന്നാൻ്റെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. ഭയക്കുന്നത് ഏതാ? സ്നേഹമില്ലാത്തതുകൊണ്ട്, പരസ്പര സ്നേഹമില്ലായ്മ കൊണ്ടാണ് ഭയക്കേണ്ടി വരുന്നത്. പിന്നെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ യേശുവിനെ പിന്തുടരുന്നവർ അല്ലെങ്കിൽ ആ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നവർ നന്മയായിട്ട് തന്നെ ജീവിക്കുന്ന ഏത് മതത്തിലുള്ളവരായാലും ഭയക്കേണ്ടുന്നത് എന്തിനെയാണ്? പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതായത് തിന്മയുടെ പ്രവർത്തനങ്ങളെയാണ് ഭയക്കേണ്ടുന്നത്. അല്ലാതെ നന്മയുടെ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് നന്മയുടെ പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. ആ പ്രബോധനം അനുസരിച്ച് നീങ്ങുന്നവർക്ക് നന്മയുടെ പ്രവർത്തനമേ ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവർക്കും നന്മയേ ഉണ്ടാകത്തുള്ളൂ. അവരിൽ നിന്നും തിന്മ ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഭയം എന്ന് ഒന്ന് വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കർത്താവിൻ്റെ അതായത് യേശുവിൻ്റെ സ്വർഗാരോഹണം മുതൽ രണ്ടാം വരവ് വരെയും യേശുവിനെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് വിശ്വാസികൾ ജീവിതത്തിലുടനീളം മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം പ്രത്യേകം നിഷ്കർഷിക്കുകയാണ്. എന്നാൽ തൻ്റെ രണ്ടാം വരവ് നനച്ചിരിക്കാത്ത സമയത്താണ്. എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല. സമയത്തായിരിക്കുമെന്ന് 12-ാം അധ്യായം സുവിശേഷത്തിലെ 12-ാം അധ്യായം 38-ാം വാക്യം, 45-ാം അധ്യായം 38-ാം വാക്യം, 45-46 വാക്യങ്ങളിലൊക്കെ അദ്ദേഹം എടുത്ത് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം ഇതാണ് പറയുന്നത് എന്ന്. അപ്പോൾ ആ ക്രിസ്തുവിനെ മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട്, നേതാവായിട്ട് റോൾ മോഡലായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതേപോലെ പറയണം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ശിഷ്യൻ, കർത്താവിൻ്റെ ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹ എഴുതിയ പ്രബോധന ലേഖനങ്ങളിൽ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ 6-ാമത്തെ ഇതിൽ പറയുന്നുണ്ട്. എന്തുവാ? കർത്താവ് നടന്ന പോലെ നടക്കണം. കർത്താവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞാൽ പോരാ, പ്രവർത്തിക്കണം. എങ്ങനെയാ? അവൻ നടന്ന 6-ാം വാക്യത്തിൽ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അതാണ് റോൾ മോഡൽ. കർത്താവാണ് മുന്നിൽ, കർത്താവാണ്. അതുപോലെ നമ്മൾ നടക്കുക, അതുപോലെ ജീവിക്കുക. നടക്കുക എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന കാര്യമല്ല ഫിസിക്കലായിട്ട്. പിന്നെ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത എല്ലാം അത് തന്നെ ആയിരിക്കണം. ആർക്കെങ്കിലും ഒരു ദോഷവും വരാതെ ഒരു ദോഷവും ഇല്ല. പക്ഷേ തിന്മയോടെ നമ്മൾക്ക് ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റുകയില്ല. അത് ഏത് മതത്തിലായാലും ഈശ്വര വിശ്വാസികളിൽ പറയുന്ന ഹിന്ദു മതത്തിലും എല്ലാം പ്രത്യേകം എടുത്ത് പറയണം. തിന്മയുടെ ശക്തികൾക്ക് അല്ലല്ലോ അവർ യോജിച്ച് പോകേണ്ടുന്നത് എന്ന് നമ്മൾ മനുഷ്യർ എപ്പോഴും നന്മയുടെ ഭാഗത്തെ നിൽക്കാൻ പറ്റത്തുള്ളൂ. തിന്മയെ കണ്ടാൽ അതിനെ ശക്തമായിട്ട്
എതിർക്കുക. എന്തുകൊണ്ട് അവരുടെ യുദ്ധത്തിന് പോവുകയല്ല, പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ക്രിസ്തു കാണിച്ചു തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടെ പറയണം. അവർക്കൊരു മാറ്റം ഉണ്ടാകേണ്ട, അവിടെ പ്രവർത്തിക്ക് മാറ്റം ഉണ്ടാകും. അങ്ങനെ ധാരാളം പേര്, എത്രയോ ജനതകൾ അങ്ങനെ. പൗലോസ് തന്നെ തീവ്രവാദിയായിരുന്നു, ക്രിസ്തുവിനെതിരായിട്ട്, ക്രിസ്തു മാർഗത്തിനെതിരായിട്ട് എത്ര പേരെയാകും കൊന്നൊടുക്കിയതും പീഡിപ്പിച്ചതും എല്ലാം. അതിനെതിരെ വിശ്വാസികൾക്കൊരു പേടി സ്വപ്നമായിരുന്നു സാവൂൾ എന്ന വാക്യം, എന്ന നാമം തന്നെ. അപ്പോൾ അതുകൊണ്ട് മാറാത്തവരാരും വരുത്തില്ല. അപ്പോൾ അങ്ങനെ യേശുവിനെ അപ്പം ഈ വാക്യങ്ങളുടെ 12-ാം അധ്യായം 38 പിന്നെ 45-46 വാക്യങ്ങളിൽ പറയുന്ന ക്രിസ്തീയ വിശ്വാസികൾ യേശുവിനെ തന്നെ ഗുരുവായിട്ട് നേതാവുമായിട്ട് തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് യേശു ചെയ്തതുപോലെ പഠിപ്പിച്ചതുപോലെ തന്നെ ദൈവം മാത്രമാണ് തങ്ങൾക്ക് തുണയെന്ന് മനസ്സിലാക്കിയ ദരിദ്രർ, താഴ്ത്തപ്പെട്ടവർ, പിന്നെ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടവർ, പാപികൾ, പരിത്യക്തർ എന്ന് പറഞ്ഞാൽ അവഗണിച്ച് തള്ളുന്നുണ്ടല്ലേ ചിലരെയൊക്കെ അങ്ങ് ഒതുക്കി മാത്രം. ഇന്ന് സഭകളിലും നടക്കുന്നുണ്ട് അതൊക്കെ. ദരിദ്രർ അങ്ങനെ ഒന്നിനും കൊള്ളാർത്തെന്ന് പറഞ്ഞ പാവങ്ങൾ പതിഞ്ഞ ഒരു രീതി ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സംസ്കാരത്തിൽ ഇപ്പോഴത്തെ ഈ പതിഞ്ഞ സ്വഭാവമുള്ളവർ, ശാന്തശീലരോ ശാന്തമായിട്ടൊക്കെ ജീവിക്കുന്നവരെ ആർക്കും വേണ്ട. അവരെ ഒതുക്കി തള്ളുകയാണ്. ഇന്നത്തെ സമൂഹം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ, പിന്നെ രോഗികൾ, തീരാവ്യാധികളിൽ ആയിട്ട് ദുഃഖിതരായിട്ട് കഴിയുന്നവർ എന്നിവരോടുള്ളൊക്കെ യേശു നിസ്സീമമായ കരുണയും സ്നേഹവും അനുകമ്പയും ചൊരിഞ്ഞതുപോലെ തന്നെ ജീവിതം മുഴുവനും പ്രവർത്തിക്കണം. ആരാ? ക്രിസ്ത്യാനികൾ, ദൈവത്തെ സ്വീകരിക്കുന്നവർ, യേശുവിനെ സ്വീകരിക്കുന്നവർ എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. 4-ാം അധ്യായം 18-ാം വാക്യം, 6-ാം അധ്യായം 20-23 വാക്യങ്ങൾ, 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ, 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 15-ാം അധ്യായം 1-32 വരെയുള്ള വാക്യങ്ങൾ, 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 19-ാം അധ്യായം 1 മുതൽ 10 വരെ പറയുന്നത്, 21-ാം അധ്യായം 1 മുതൽ 4 വരെ ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹം പറയുന്നത് ഉപമകളും കഥകളും പ്രബോധനങ്ങളുമായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാം ഇതാണ്. യേശു എങ്ങനെ പ്രവർത്തിച്ചു, യേശു എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ പറഞ്ഞല്ലേ, അവൻ നടന്ന അതേ വഴിയിലൂടെ വേണം നമ്മൾ നടക്കാൻ. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നു, പിന്തുടരുന്നു എന്ന് എപ്പോഴും ചുമ്മാ തങ്ങ് പറഞ്ഞാൽ പോരാ. അപ്പോൾ ഇതാണ്. അപ്പോൾ യേശു ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത് എങ്ങനെയാണ്? ഈ രോഗികളുടെയും പരിത്യക്തരുടെയും പിന്നെ സമൂഹത്തിൽ ഒരു പ്രാധാന്യമില്ലാത്തവർ, അവർ സ്ത്രീകളോടൊക്കെ അങ്ങനെയൊക്കെ, സ്ത്രീകൾക്കൊന്നും അന്ന് ജീവിത സമൂഹത്തിൽ പഴയകാല ജീവിതത്തിൽ അന്ന് സ്ഥാനമില്ല. അവർ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് പൊതുരംഗത്ത് ഒരു വിരുന്ന് ഒക്കെ നടത്തിയാൽ സ്ത്രീകൾക്ക് മുന്നിൽ മറ്റുള്ളവർക്ക് മുന്നിൽ വരാൻ അവകാശമില്ല. അവർ അകത്തളത്തിൽ ഒതുങ്ങിക്കോണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെയൊക്കെ നിന്നോണം. മുൻപിൽ വരേണ്ടുന്നതും മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ടുന്നതും എല്ലാം പുരുഷന്മാരാണ്. പക്ഷേ ഇവിടെ കർത്താവിൻ്റെ ശിഷ്യരിൽ ഒരുപാട് ശിഷ്യരുണ്ടായിരുന്നു. 10,000, 10, 30, 35,000 ഒക്കെ കണക്കിന് ശിഷ്യരുണ്ടായിരുന്നു. അതായത് വിശ്വാസികൾ, ക്രിസ്തുവിനെ ആദരിക്കുന്നവർ, ആരാധ്യമായിട്ട് കണ്ടുകൊണ്ടിരുന്നവർ. അപ്പം അതിൽ നല്ലൊരു പങ്ക് സ്ത്രീകളും ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെയൊന്നും, ശിശുക്കളെയൊക്കെ അവർക്ക് സ്ഥാനമില്ലായിരുന്നു സമൂഹത്തിലെന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവർക്ക് അവകാശമില്ല, കാരണം അവർക്ക് അറിവില്ല, പക്വതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ സമർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പം ലൂക്കായുടെ സുവിശേഷം കരുണയുടെ സുവിശേഷമായിട്ടാണ് നമ്മൾ പണ്ഡിതർ പറയുന്നത്. നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാകും. കരുണയുടെ, അനുകമ്പയുടെ, ഒരു ദൈവത്തിൻ്റെ അനുകമ്പ, മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള സഹായം, ആവശ്യമുള്ളവരുടെ മേലുള്ള അനുകമ്പ,
കരുണയുടെ, മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവനുമുള്ള കരുണയുടെ, നിസ്സീമമായ ദൈവ സ്നേഹത്തിൻ്റെ ഒരു സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വരുന്നത്. മറ്റാരും തന്നെ ഇത്രത്തോളം വിശദമായിട്ട് യേശുവിൻ്റെ കരുണയും അനുകമ്പയും ജനപദങ്ങളോടുള്ള അനുകമ്പയും ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. ഇത്രത്തോളം എല്ലാവരും കാണിക്കുന്നുണ്ട്. ഇത്രത്തോളം വിശദമായിട്ട് അതിന് മാത്രം സ്പെഷ്യൽ എംഫസൈസ് ഊന്നൽ കൊടുത്ത് പറയുന്നത് ലൂക്ക തന്നെയാണ്. അത് അനുവാചകർക്കത് ഹൃദയസ്പർശമായിട്ട് മനസ്സിലാകുന്ന വിധത്തിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുവിൻ്റെ ആ ജീവിതത്തിൻ്റെ ആ ഒരു ഭാഗം, പ്രവർത്തനത്തിൻ്റെ യേശു സംഭവങ്ങളുടെ ആ ഒരു ഭാഗമാണ് അദ്ദേഹം പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് സുവിശേഷത്തിൽ എടുത്ത് കാണിക്കുന്നത്. അത് ഹൃദയസ്പർശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അപ്പോൾ അങ്ങനെ 7-ാം അധ്യായം 41 മുതൽ 43, 10-ാം അധ്യായം 29, 37, 13-ാം അധ്യായം 6 മുതൽ 9 വരെ, 15-ാം അധ്യായം 11 മുതൽ 32 വരെ, ഇങ്ങനെ മറ്റാരും പറയാത്ത വിധത്തിലുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നായകത്വമാണ്. പരിശുദ്ധാത്മാവാണ് മാർഗദർശിയായിട്ട് അവരെല്ലാം ശിക്ഷകണങ്ങളൊക്കെ അപ്പോഴപ്പോഴ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു. കർത്താവിനെ ആ ഭാഗത്തെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് ഓരോ ഘട്ടങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ. അപ്പോൾ സ്വല പ്രവർത്തനങ്ങളും എല്ലാം ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിന് ഇത്രത്തോളം സ്ഥാനം കൊടുത്ത പരിശുദ്ധാത്മാവാണ് ക്രിസ്തീയ ജീവിതത്തിന് ക്രിസ്തീയ ജീവിതത്തിന് നമ്മൾ പ്രാപ്തരാക്കുന്ന ഇൻസ്പിരേഷൻ കൊടുത്ത് ഇന്ന മാർഗത്തിലൂടെ പോകുമെന്ന് പറഞ്ഞ് നടത്തിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആ നായകത്വം. അപ്പോൾ മറ്റുള്ള നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇത് പ്രത്യേക ഊന്നൽ മറ്റാരും ഇങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് 1-ാം അധ്യായം 35 മുതൽ 41 വരെ, 2-ാം അധ്യായം 25, 27 വരെ, 4-ാം അധ്യായം 1 മുതൽ 11 വരെ, 14-ാം അധ്യായം 18, 1, 14, 18 ഉള്ള വാക്യങ്ങൾ, 4-ാം അധ്യായത്തിൽ, 10-ാം അധ്യായം 21, 11-ാം അധ്യായം 13, 24-ാം അധ്യായം 49, ഇതൊക്കെ ഇതുപോലെ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് ആരും അങ്ങനെ ഒരു ഇത്രയും പ്രാധാന്യം കൊടുത്ത് പറയുന്നില്ല. ഏത് അനുവാചകർക്കും അത് മനസ്സിലാക്കാൻ ഈസിയായിട്ട്, വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ലളിതമായിട്ട് അദ്ദേഹം അതിനെ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെയാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യവും അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഓരോ അധ്യായങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഒരുപാട് എടുത്ത് പറയുന്നു. 3 അധ്യായം, അതായത് യേശു എങ്ങനെയാണ് ചെയ്തതെന്ന്. യേശു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ 3 അധ്യായം 21 വാക്യം, 5-ാം അധ്യായം 16, 6-ാം അധ്യായം 12 വാക്യം, 9-ാം അധ്യായം 28, 11-ാം അധ്യായം 1 മുതൽ 13 വരെ, 18-ാം അധ്യായം 1 മുതൽ 8 വരെയും ഇങ്ങനെ പ്രാർത്ഥനയുടെ പ്രാധാന്യം പ്രത്യേകമായിട്ട് എടുത്ത് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് സമയം കൂടുതലായി ഉദ്ദേശിച്ചാലും കൂടുതലായി നെറ്റിൻ്റെ കുഴപ്പമുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ വൈകി കഴിഞ്ഞാൽ നെറ്റിന് പ്രയാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നിർത്താം. ബാക്കി ഉള്ളതും കൂടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തീർക്കാൻ നോക്കാം. കൂടുതൽ വിശദീകരിക്കാൻ ഇതുപോലെ പറഞ്ഞു പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ അതിൻ്റെയുള്ള പ്രയോജനം ഉണ്ടാകണം. അതായത് നിങ്ങൾ ഇത് പഠിക്കണം. ആരെങ്കിലുമൊക്കെ കുറേ പേര് പഠിച്ചിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. നമുക്ക് ഉപസംഹരിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിർത്താം.
കർത്താവ് ഇതിന് നമുക്ക് തന്ന നിങ്ങളെ രോഗികൾക്ക് നിങ്ങളുടെ ഉള്ള രോഗികൾക്കും എല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കുക, പ്രാർത്ഥന നിങ്ങൾ നടത്തണം, ചെയ്യണം. രോഗികൾക്ക്, പിന്നെ ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പരിത്യക്തരായിട്ടുള്ളവർ, വളരെയധികം പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ, ഇങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചുറ്റുപാടും അറിയുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. മക്കളില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർ അതിനു വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ദിവസവും ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സാധിക്കാത്തത് ഒന്നുമില്ല. ആ ഒരു ചിന്ത വേണം. അതായിരിക്കണം നമ്മളെ നയിക്കേണ്ടുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി, സ്തോത്രം. അങ്ങനെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ഇവിടുത്തെ സ്തുതി, സ്തുതി, സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ നിരത്തി കഴിഞ്ഞു, എല്ലാം നിരത്തി വയ്ക്കുന്നു. ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥനകളും കർത്താവേ, ഈ ആവശ്യങ്ങളെല്ലാം അവർ നിരത്തുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിയണമേ. കർത്താവേ, അവിടുന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തോട് ഞങ്ങൾ യാചിക്കുന്നു. പിതാവേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കിതെല്ലാം അവിടുന്ന്, ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം അവിടുന്ന് സാധ്യമാക്കി തരുന്ന ആ പ്രത്യാശ ഞങ്ങൾക്ക് കർത്താവേ, ഞങ്ങൾക്കെപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് എപ്പോഴും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു, അർപ്പിക്കുന്നു. ആമീൻ.